അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ചിക്കൻ മോമോസ് ഉണ്ടാക്കാനാണ്. എങ്ങനെയാണ് ചിക്കൻ മോമോസ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ഒരു ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം നമുക്കതിലേക്ക്. 2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാവിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കും പോലെ ഒന്ന് കുഴച്ചെടുക്കാം നമുക്ക്. മൈദ എല്ലാം നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുഴച്ചെടുക്കണം. നമുക്കിനി 1 മണിക്കൂർ ഇത് റെസ്റ്റിന് വയ്ക്കാം. ഇതിൽ നമുക്ക് 1 ടീസ്പൂൺ ഓയിലൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിത് അടച്ചു വയ്ക്കാം. മോമോസിൻ്റെ ഫില്ലിങ് റെഡിയാക്കാൻ ഞാൻ ഒരു 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു വിസിൽ വേപ്പിക്കാം. ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കതിലേക്ക്. ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 4ആയിട്ട് കട്ട് ചെയ്താണ് ഞാൻ ഇതിട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു 5-6 മുളക് കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. തക്കാളിയൊക്കെ ഈ അരപ്പയിലേക്ക് മാറ്റി ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ആ മുളകും തക്കാളിയും കൂടെ ഇട്ട് ഒന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി തൊലി കളഞ്ഞാണ് എടുത്തിട്ടുള്ളത്. അരച്ചെടുത്തിട്ട് വരാം. തക്കാളി ചട്ടിനിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2-3 അല്ലി വെളുത്തുള്ളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി ഇവിടെ ചേർത്ത് കൊടുക്കാം. പൊടിയായിട്ട് അരിഞ്ഞതാണ് ഇഞ്ചി. ഇതിവിടെ ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഒരു ടീസ്പൂൺ സോയാ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സാക്കി എടുക്കാം. ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചട്ടിനിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. മോമോസിൻ്റെ ചട്ടിനിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കാം. ചിക്കൻ ആവിയേറ്റിയത് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ചിക്കനൊക്കെ പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒണിയൻ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. കുഞ്ഞു പീസായിട്ട്. ഒരു ചെറിയ പച്ചമുളക് കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തതാണത്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കുഞ്ഞായിട്ട് അരിഞ്ഞത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഓയിലൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ ഉപ്പുണ്ട്, എന്നാലും കുറച്ച് ചേർത്താൽ മതി. നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചേക്കാം. മാവ് കുഴച്ച് വെച്ചിട്ട് 1 മണിക്കൂറായി. ഇനി നമുക്കൊന്ന് പരത്തിയെടുക്കാം. നമുക്ക് 4 ബോളായിട്ട് എടുത്ത് നമുക്കൊന്ന് ഇത് പരത്തിയെടുക്കാം.
കുറച്ച് മാവൊന്ന് തൂറ്റി കൊടുക്കാം. നല്ല രീതിയിലൊന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തിക്ക് പരത്തും പോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. ഇത്ര കട്ടി മതി. കണ്ടോ. ഇനി നമുക്കിത് റൗണ്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം. എല്ലാം റൗണ്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ. ഇതുപോലെ എല്ലാം നമുക്ക് പരത്തിയെടുക്കാം. ഇതെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് അതിൽ നിറച്ച് കൊടുക്കാം. നമുക്ക് ഇതുപോലെ ഒന്ന് ഞൊറു പോലെ എടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. മോമോസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു ഇഡലി ചെമ്പിനകത്ത് കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്റ്റീമർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്കെടുത്ത് വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വേവിക്കാം. നമുക്ക് ചിക്കൻ മോമോസ് റെഡി ആയെന്ന് നോക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. 15 മിനിറ്റായി. റെഡിയായി. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അത് അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ചട്നിയും കൂടെ മുക്കിയതാ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം.